ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുണ്ണെ റിമാൻഡ് ചെയ്തു. അയ്യോ എന്റെ ഈശ്വര. വരുണിന്റെ രാധികയും ജയിലിലേക്ക് കൊണ്ടുപോയി. വരുണിനെയോ രാധികയോ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പകരം ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കായിരുന്നു. എനിക്കത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ഒരു കാര്യം താൻ ഓർപ്പിച്ചോ, ഏർപ്പാടാക്കിയ ഈ അഡ്വക്കേറ്റുമായിട്ട് ഈ കേസ് മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല. വാദിക്കാൻ അറിയുന്ന, ജയിക്കാൻ കഴിയുന്ന അഡ്വക്കേറ്റിനെ ഞാൻ കൊണ്ടുവന്ന് നിർത്തും ഈ കോടതിയില്. അന്ന് ചിലപ്പോ പലതിനും ചന്ദ്രശേഖരന് ഉത്തരം പറയേണ്ടി വരും. ഒരുപക്ഷെ കാണികളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കില്ല ചന്ദ്രശേഖരനെ വിചാരണ ചെയ്യുന്നത്. കോടതി തീരുമാനിച്ച നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും മിസ്റ്റർ ചന്ദ്രശേഖർ. മനസ്സിലായോ? സൂര്യ, അഡ്വക്കേറ്റ് ജയന്തിനെ കുറിച്ച് സൂര്യക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. വിചിത്രമായ ഒരു രീതിയിലാണ് അയാൾ കേസ് വാദിക്കുന്നതെന്ന് ചെറിയച്ഛൻ പറഞ്ഞായിരുന്നു. പക്ഷെ കോടതി മുറിയിൽ ഒരു കള്ളസാക്ഷി നിൽക്കുന്നത് പോലെയാ നമ്മുടെ ഭാഗത്ത് അഡ്വക്കേറ്റ് നിന്നത്. യെസ്, പ്രിയങ്കയുടെ കൊലപാതകം ആസൂത്രണം തന്നെയായിരുന്നു. അതിൽ വരുണിനെയും രാധികയും പെടുത്തുക എന്നത് ചിലരുടെ ലക്ഷ്യമായിരുന്നു. അത് നമുക്ക് കണ്ടെത്തണം സൂര്യ. സൂര്യ വീട്ടിൽ ചെന്ന് എല്ലാവരെയും ആശ്വസിപ്പിക്കാം. ചെല്ല. ശരി മാഡം. ശ്യാമേ, ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ എന്തോ ഒരു പങ്കുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. ഉണ്ട് അടുത്തേ. അഡ്വക്കേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റി. സൂര്യയും ഭരണം ചന്ദ്രശേഖരനെ വിശ്വസിച്ചു. അയാൾക്ക് അത് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമായി. പക്ഷേ കള്ളസാക്ഷികളെയും തെളിവുകളെയും എത്ര നിരത്തിയാലും എന്റെ മോളെ ഈ കേസിൽ ശിക്ഷിക്കപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. അവളെന്റെ ജീവനാ. അവള് ഇഷ്ടപ്പെടുന്ന വരുണിനൊപ്പം തന്നെ ജീവിക്കണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ അമ്മയാന്നും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ കാര്യങ്ങള് ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. അല്ല, പുതിയ അഡ്വക്കേറ്റ് ആരെ ശ്യാമ ഉദ്ദേശിക്കുന്നത്? ബാംഗ്ലൂരും ഡൽഹിയിലും ഏറ്റെടുത്ത കേസുകളെല്ലാം വിജയിപ്പിച്ച ഒരുത്തിയുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട ഒരുത്തി. അഡ്വക്കേറ്റ് ആരതി. ഞാൻ അവളെ വരുത്താൻ പോവുകയാടത്തെ. അഡ്വക്കേറ്റ് ആരതിയാണോ? ഇതിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ വേറെ ഇല്ല. ആരതി വന്നാല് ഈ കേസിൽ നിന്ന് വരുണിന്റെ ആദ്യം കുറ്റവിമുക്തരാകും. എനിക്കതിൽ സംശയമില്ല. ഞാൻ വരുത്തും. ഈ കേസിന്റെ യാഥാർത്ഥ്യം കണ്ടെത്തിയേ പറ്റൂ. വരുണിന്റെയും രാധികയുടെയും സ്നേഹം കോടതിയും ബാക്കിയുള്ളവരും അംഗീകരിച്ചേ പറ്റൂ. സൂര്യയെ
ഞാൻ 3-4 തവണ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ചന്ദ്രേട്ടന് ഫോൺ എടുക്കുന്നില്ല. കഴിഞ്ഞില്ലേ ആവോ? ആ ദേ അവര് വന്നു. അവനെവിടെ? സൂര്യ, വരുൺ എവിടെ? കൂട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞു പോയതല്ലേ നിങ്ങള്? വരുണ്ണെ റിമാൻഡ് ചെയ്തു. അയ്യോ എന്റെ ഈശ്വര! വരുണിന്റെ രാധികയും ജയിലിലേക്ക് കൊണ്ടുപോയി. ചന്ദ്ര, എല്ലാം തികഞ്ഞ വക്കീലിനെ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ എന്റെ മോനെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ ശക്തമായിരുന്നു അമ്മേ. പ്രത്യേകിച്ച് സ്ത്രീ പീഡനവും അതിനെ തുടർന്നുള്ള കൊലയോ എന്നൊക്കെ പറഞ്ഞപ്പോ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു. സൂര്യ, നീ അവനെ കണ്ടായിരുന്നോടാ? കണ്ടു അമ്മേ, സംസാരിക്കുകയും ചെയ്തു. ഇപ്പോഴും സത്യത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ അവൻ എൻ്റെ അടുത്ത് പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യ. ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാം കേസെടുക്കുന്ന സമയല്ലേ. ജാമ്യം കൊടുത്ത് പുറത്തുവിട്ടാം കോടതി വിമർശനം കേൾക്കേണ്ടി വരും. പത്രക്കാരൊക്കെ വെറുതെ ഇരിക്കൂ. വരുൺ രാധികയെ കല്യാണത്തിന് മുമ്പ് കണ്ടിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. അതൊക്കെ വേറെ കാര്യം. പ്രിയങ്കയെ കല്യാണം കഴിച്ചതിന് ശേഷവും അവളുടെ പുറകെ നടന്നതാ കുഴപ്പമായത്. അല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കേ ദൈവം ഒരു ശിക്ഷ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതായിരുന്നോടി നിന്റെ മനസ്സില്? ഈ നേരം വരെ എല്ലാവരുടെയും കൂട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഇതായിരുന്നോ നിന്റെ മനസ്സിലെന്ന്?